ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആട് 3 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ 11 ദിവസമാണ് പിന്നിടുന്നത്. ജയസൂര്യ നായകനെയും മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 41 കോടി 35 ലക്ഷം രൂപയാണ്. 11ാം ദിവസം എന്ന ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്യാൻ സാധ്യത 2 കോടി 70 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 44 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 113, 114 കോടി റേഞ്ചിലാണ്. ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മാർച്ച് 26 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്രതിച്ഛായ. നിവിൻ പോളി, ബാലചന്ദ്ര മേനോൻ, ഷറഫുദ്ദീൻ, ആൻ അഗസ്റ്റിൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2 കോടി 38 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 4ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 85 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 3 കോടി 25, 3 കോടി 30 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4 കോടി 50 ലക്ഷത്തിന് മുകളിലാണ്. സജിൽ മാമ്പാട് സംവിധാനം ചെയ്ത് മാർച്ച് 25 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഡെർബി. സാഗർ സൂര്യ, അൽ അമീൻ, ആദം സാബിക്ക്, ജസ്നിയ ജയദീഷ്, ജോണി ആന്റണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 33 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 20 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 50-55 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി റെക്കോർഡ് നേട്ടങ്ങൾ കൊയ്തെടുത്ത് വമ്പൻ കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന ദുരന്ത 2 വന്നാൽ ചിത്രം ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ 14 കോടി 51 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 94 കോടി 35, തെലങ്കാനയിൽ 51 കോടി 38, ആന്ധ്രയിൽ 21 കോടി 1 ലക്ഷം, തമിഴ്നാട്ടിൽ 27 കോടി 42 എന്നിങ്ങനെ സൗത്ത് ഇന്ത്യൻ കളക്ഷനായി ആദ്യ 10 ദിവസം കൊണ്ട് 208 കോടി 67 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഹിന്ദി പതിപ്പായി 156 കോടി 73, തെലുങ്ക് പതിപ്പായി 33 കോടി 58, തമിഴിൽ നിന്ന് 15 കോടി 63, കന്നഡ പതിപ്പിൽ നിന്ന് 1 കോടി 67 ലക്ഷം നേടിയപ്പോൾ മലയാളം പതിപ്പിൽ നിന്ന് 10 ദിവസം കൊണ്ട് തെക്കേന്ത്യയിൽ നേടിയെടുത്തത് 1 കോടി 6 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വിചാരിച്ചതിനപ്പുറമുള്ള ഒരു കളക്ഷനാണ് ഈ സിനിമ 10 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. സാഹനിക്കിന്റെ ഡാറ്റ പ്രകാരം 778 കോടി 77 ലക്ഷം രൂപയാണ് 10 ദിവസത്തെ നെറ്റ് കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 930 കോടി 44 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ വിദേശത്ത് നിന്ന് 325 കോടി രൂപയാണ് ഇന്നലെ വരെ നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ലോകമെമ്പാടുമായി 1255 കോടി 44 ലക്ഷം രൂപയാണ് 10 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. 11ാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ 15 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 85-90 കോടി റേഞ്ചിലാണ്. അങ്ങനെ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1340 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യ ഭാഗമായ ദുരന്തർ ഫൈനൽ കളക്ഷനായി നേടിയെടുത്ത 1350 കോടിക്കടുത്ത് ഈ സിനിമ 11 ദിവസം കൊണ്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈദ് റിലീസായി തിയേറ്ററിലെത്തി വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് യൂത്ത്. കെൻ കരുണാസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ കെൻ കരുണാസ്, അനീഷ് മാനുവൽകുമാർ, സുരാജ് വെഞ്ഞാറമൂട് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം കേരളത്തിൽ ഇന്നലെ വരെയുള്ള 10 ദിവസം കൊണ്ട് 97 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 33 കോടി 62, കർണാടകയിൽ 2 കോടി 76, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 29 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 22 ലക്ഷം എന്നിങ്ങനെ 37 കോടി 75 ലക്ഷം രൂപയാണ് 10 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $1.1 മില്യൺ കളക്ട് ചെയ്തത്, അതായത് 9 കോടി 55 ലക്ഷം രൂപ. അങ്ങനെ 47 കോടി 30 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി 10 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 7 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഷെയറായി നേടിയെടുത്തിരിക്കുന്നത് 20 കോടി 96 ലക്ഷം രൂപയാണ്. 11ാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമ കേരളത്തിൽ 10 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 11 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 1 കോടി 7 ലക്ഷം റേഞ്ചിലാണ് യൂത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 55 കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതുമാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് മാർച്ച് 20 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഭീഷ്മർ. ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദിവ്യപിള്ള എന്നിവർ അഭിനയിച്ച ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 58 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ 4 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 62 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. മാർച്ച് 20 അമേരിക്കയിലും മാർച്ച് 26 ഇന്ത്യയിലും റിലീസ് ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് പ്രോജക്റ്റ് ഹൈൽ മേരി. ഈ സിനിമ കേരളത്തിൽ ആദ്യ 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 64 ലക്ഷം രൂപയാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് 5 കോടി 95 ലക്ഷം നേടിയ ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 14 കോടി 17 ലക്ഷം രൂപയാണ്. സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 221 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 2114 കോടി രൂപ. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.